Hi guys, hi, praise God. I give thanks to Lord Jesus Christ for giving this wonderful opportunity. ഞാൻ കുറച്ച് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വചനം എനിക്ക് കാണാനുണ്ടായി. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 5 and 11 ആണ് ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വചനം. അതിൽ എഫേഷ്യൻസ് 1 വേഴ്സസ് 5 ഇവിടെ വചനം പറയുന്നു, ഫോർ ഹി ചോസ് us in him before the foundation of the world to be holy and blameless in his presence in love he predestined us for adoption as his son through Jesus Christ according to his good pleasure of his will. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇതിൽ നിന്ന് ദൈവം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മളെ ഓൾറെഡി പ്രീ ഡെസ്റ്റിൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി സൃഷ്ടിക്കുന്നതിനെക്കാട്ടും മുന്നേ, ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ ദൈവം നമ്മളെ കണ്ടു. ക്രിസ്തുവിൽ നമ്മളെ ദൈവം കണ്ടു എന്നാണ് പറയുന്നത്. ഹി ഓൾറെഡി ചോസ് അസ്. നമ്മളെ ഓൾറെഡി ദൈവം ചൂസ് ചെയ്തു. ഇതാണ് മക്കള്, ക്രിസ്തുവിലുള്ള മക്കള്. അതാണ് ഇവിടെ പറഞ്ഞത്, ഫോർ ഹി ചൂസ് അസ് ഇൻ ഹിം. ഹി ചൂസ് അസ് എന്ന് പറഞ്ഞാൽ ദൈവം ചൂസ് ചെയ്ത് നമ്മളെ ആരിൽ? യേശുവിൽ. ഹി ചൂസ് അസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ചൂസ് ചെയ്ത, നമ്മളെ ഓൾറെഡി ദൈവം ചൂസ് ചെയ്തു. അതാണ് നമുക്ക് എത്രത്തോളം അതിൽ സന്തോഷവും ആനന്ദിക്കാം ഈ ഒരു വചനത്തിൽ നിന്ന്. കാരണം ഓൾറെഡി നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നമ്മൾ സ്ഥാനപ്പെട്ട് അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞ് നമ്മൾ വന്നതല്ല. പക്ഷെ അങ്ങനെയല്ല വചനം പറയുന്നത്. അതിന് മുന്നേ തന്നെ, ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ ദൈവം നമ്മളെ കണ്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഹി പ്രീ ഡെസ്റ്റിൻഡ് അസ് ഫോർ അഡോപ്ഷൻ ആസ് ഹിസ് സൺ. ഈ ദൈവത്തിൻ്റെ മക്കളായി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ചൂസ് ചെയ്തു എന്നാണ് ഇതിൽ ഈ എഫേഷ്യൻസ് 1:5 പറയുന്നത്. അതേപോലെ തന്നെ എഫേഷ്യൻസ് 1:11 പറയുന്നത്, ഇൻ ഹിം വി വെർ ഓൾസോ ചൂസൺ ആസ് ഗോഡ്സ് ഓൺ. ഇൻ ഹിം എന്ന് പറയുമ്പോൾ യേശുവിൽ നമ്മളെ ചൂസ് ചെയ്തേക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തമായിട്ടാണ്. having been predestined according to the plan of him who works out everything by counsel of his will. അപ്പോൾ ദൈവം നമ്മൾ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹി ഹാവ് ഓൾറെഡി predestined, ഹി ഹാവ് ordained us for a particular reason. അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്നത് തന്നെ. ദൈവം നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു ആസ് ഹിസ് സൺ ത്രൂ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ there is a specific purpose. അതാണ് ഈ വചനത്തിൽ അവസാന ഭാഗത്ത് പറഞ്ഞത്. ഹി having been predestined according to the plan of him. So God has some plan. നമ്മളെ വെച്ചിട്ട് ദൈവത്തിന് എന്തോ ഒരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനൊരു വില്ലുണ്ട് എന്ന് പറയുമ്പോൾ, ദൈവം നമ്മളെ വെച്ച് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തിൽ അവകാശപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളാണെങ്കിൽ, ഗോഡ് ഹാസ് എ വിൽ ഇൻ us. So it is mandatory to know what is the will of God. പല വിശ്വാസികളും, പല സെയിൻസും, പല ദൈവമക്കളും ഇതറിയാതെ പോകുന്നു. അവരുടെ സെക്യുലർ ലൈഫിൽ അവർ ജോലി ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ പോകുന്നു. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയല്ല വചനം പറയുന്നത്. ബിക്കോസ് ഗോഡ് ഹാവ് ഓൾറെഡി പ്രീ ഡെസ്റ്റിൻഡ്, ഹി ഹാവ് കോൾഡ് us ഫോർ എ സ്പെസിഫിക് പേർപ്പസ്. ആ പേർപ്പസ് അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. കാരണം നമ്മളെ ദൈവം ഓൾറെഡി മക്കളാക്കി തീർത്തതെങ്കിൽ നമ്മൾ അപ്പൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ കോളിംഗ് എന്താണ് നമ്മൾ മനസ്സിലാകണം. കാരണം ഹി ഹാവ് അഡോപ്റ്റഡ് us. അതാണ് നമ്മുടെ വചനത്തിൽ റോമൻസ് 8 പറയുന്നത്. അതിൽ it says in Romans 8:14, it says, for I am led by the Spirit of God, for I am the son or daughters of God, I am the child of God, for we have not received the spirit of bondage again to fear, but we have received the spirit of adoption. ആ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. വെയർ ബൈ വി ക്രൈ അബ്ബാ ഫാദർ. അപ്പോൾ നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അബ്ബ പിതാവാണ്. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഓൾറെഡി ചൂസ് ചെയ്തത്. ദാറ്റ് ഹി ഹാവ് ഓൾറെഡി predestined, he have already ordained us through Christ. He have seen us, he wanted to, there is some will, there is some purpose that we have to do in this world while we are in this world. അതുകൊണ്ട് ദൈവം നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വില്ല് എന്താണെന്നനുസരിച്ച് നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പല ആൾക്കാരും ആ ഒരു വില്ലിനെ
തേടി പോകാതെ, അല്ലെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് അറിയാതെ അവർ അവരുടേതായിട്ടുള്ള സെക്കുലർ ജോബിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം പോവാം. അതിൻ്റെ കൂടെ തന്നെ ദൈവം എന്തിനാണ് വിളിച്ചത്, ദൈവത്തിൻ്റെ പേർപ്പസ്, ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം എന്തിനാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്, എന്തിനാണ് എന്നെ പേര് ചൊല്ലി വിളിച്ചതെന്ന് നമ്മൾ ദൈവത്തിനോട് ചോദിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അക്കോർഡിംഗ് ടു ഗോഡ്, അല്ലെങ്കിൽ ഗോഡിൻ്റെ വില്ല് പ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലൊന്നും നേടാനായിട്ട് ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വില്ല് എന്താണ്, അത് നമ്മൾ ദൈവത്തിനോട് ചോദിച്ച്, ദൈവം എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത്, നമ്മൾ എന്തിനാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും പ്രാർത്ഥനാ ജീവിതം, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളത് വെച്ച് മുന്നോട്ട് ദൈവത്തിനോട് ചോദിച്ച്, ഞാൻ എന്തിനാണ് ദൈവമേ ഈ ഭൂമിയിലായിരിക്കുന്നത്, അത് ദൈവത്തിനോട് ചോദിച്ച് അത് മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് ഈസ് വെരി ഹൈ ടൈം. കാരണം ദൈവത്തിൻ്റെ വില്ല് പ്രകാരം ജീവിച്ചില്ലെങ്കിൽ ദർ ആർ ഹൈ ചാൻസസ് ദാറ്റ് വി വിൽ ബി റീഡയറക്റ്റഡ്. യേശുവിൻ്റെ വഴി അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നമ്മൾ ആ പാത നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ പലവിധമായിട്ടുള്ള പാതയിലേക്ക് നമ്മൾ കടക്കും, വിച്ച് ഇസ് a demonic path and which will not bring glory to God. So I would humbly request all the saints who are watching this video to follow the God's path, to understand what is God's will in you, because he have predestined, he already foreknew us, and there's a big plan for us in Christ that has to be fulfilled, and that is why we have been called. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ വെക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഭൂമിയിൽ എന്താ ചെയ്യേണ്ടത്, ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവം എന്താണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്യം ഞാൻ കണ്ടപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദ എക്സോർട്ടേഷൻ ഫോർ യു ടു നോ ദാറ്റ് ഹൂ ആർ വി ഇൻ ക്രൈസ്റ്റ്. So if you wanted to know who are you in Christ, you have to follow his will. So you will understand who are you in Christ. We know that നമ്മൾ ഹയേഴ്സ് ആണ്, വി ആർ ദ ജോയിൻ്റ് ഹയേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. അതാണ് എഫേഷ്യൻസ് റോമൻസ് 8:15-16 ഭാഗത്തിൽ പറയുന്നത്. നമ്മൾ അവകാശികളാണെന്നുള്ള പറയുന്നത്. നമ്മൾ അവകാശികളാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് അനുസരിച്ച് ജീവിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഗോഡ് ബ്ലെസ് യു ഗൈസ്. Bye.